പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ കൂട്ടാളികളിൽ ഒരാളാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അജിത് ഡോവലും ജയശങ്കറും മോദിയും, പിന്നെ രാജ്നാഥ് സിംഗും അമിത്ഷായും നിതിൻ ഗഡ്കരിയും. കഴിവുള്ള കരുത്തുള്ള എത്ര നേതാക്കളാണ് ഇന്ത്യക്കുള്ളത്? കഴിഞ്ഞ ദിവസം UAE നേതാക്കളുമായി എസ് ജയശങ്കർ നടത്തിയ കൂടിക്കാഴ്ച ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന ഒന്നായിരുന്നു. UAEയിലും ഗൾഫ് രാജ്യങ്ങളിലും ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ. ഈ ആക്രമണങ്ങളുടെ സാഹചര്യത്തിൽ UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരു ചർച്ച നടത്തി. ശനിയാഴ്ചയാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. മേഖലയിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കിയതിന് ജയശങ്കർ UAEയോട് നന്ദി അറിയിക്കുകയായിരുന്നു. ഇന്ത്യയും UAEയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധങ്ങൾ അത് കൂടുതൽ ശക്തമാകുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. പ്രാദേശിക അന്തർദേശീയ സുരക്ഷ, ആഗോള നാവിക ഗതാഗതം, ഊർജ്ജ വിതരണം, ലോക സമ്പദ് വ്യവസ്ഥ, ഈ മേഖലകളിൽ ഈ ആക്രമണങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടിക്കാഴ്ചയിൽ രണ്ട് നേതാക്കളും പങ്കുവച്ചിരുന്നു. UAEയുടെ പരമാധികാരം, പ്രാദേശിക അഖണ്ഡത, പൗരന്മാരുടെയും അവിടെ താമസിക്കുന്നവരുടെയും ഒക്കെ സുരക്ഷ, ഇത് ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾക്ക് ഇന്ത്യ പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും അറിയിച്ചിട്ടുണ്ട്. തന്റെ UAE സന്ദർശനത്തിന്റെ ഭാഗമായി ജയശങ്കർ അവിടെയുള്ള ഇന്ത്യൻ പ്രവാസികളുമായും സംസാരിച്ചു. പടിഞ്ഞാറൻ ഏഷ്യയിലെ സാഹചര്യം വളരെ സംഘർഷഭരിതമാണ്. ആ അവസരത്തിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇന്ത്യ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. പ്രവാസികൾക്ക് അത്യാവശ്യ സേവനങ്ങൾ എത്തിക്കുന്നതിനായി അല്ലൈനിലെ ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ ഇന്ത്യൻ എംബസി കൗൺസിലർ ക്യാമ്പ് സംഘടിപ്പിച്ചു. എക്സിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് നേതാക്കളും മേഖലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. മേഖലയിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും സ്ഥാപിക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ശ്രമങ്ങൾ ആവശ്യമാണ് എന്നും അവർ പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. എക്സിലെ പോസ്റ്റിലൂടെയാണ് ജയശങ്കർ ഈ കാര്യങ്ങൾ പറഞ്ഞത്. പടിഞ്ഞാറൻ ഏഷ്യൻ പ്രതിസന്ധികൾക്കിടയിൽ ഇന്ത്യയും UAEയും തമ്മിലുള്ള സഹകരണം വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി ഇപ്പോൾ ഈ വിഷയം നിലനിൽക്കുന്നതിനും കാരണം. അതേസമയം കഴിഞ്ഞ ദിവസം UAEയിലെ നേതാക്കൾ തമ്മിലും കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമുമായിരുന്നു കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാന്റെ സാന്നിധ്യത്തിൽ ആയിരുന്നു കൂടിക്കാഴ്ച. UAEയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ച നേതാക്കൾ രാജ്യത്തെ വിവിധ സൈനിക സിവിൽ സ്ഥാപനങ്ങളും ടീമുകളും നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും വിലയിരുത്തി. UAEക്ക് നേരെ നടന്ന ഇറാനിയൻ ഭീകര ആക്രമണങ്ങളെ നേരിടുന്നതിൽ സായുധ സേനയും സുരക്ഷാ ഏജൻസികളും കാഴ്ചവെച്ച ഫലപ്രദമായ ഇടപെടലുകളെയും രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിലെ അവരുടെ പ്രയത്നങ്ങളെയും നേതാക്കൾ അഭിനന്ദിക്കുകയും ചെയ്തു. രാജ്യം ഈ പ്രതിസന്ധിയെ കരുത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി അതിജീവിച്ചതായും നേതാക്കൾ വിലയിരുത്തി. കാര്യക്ഷമതയിലൂടെയും സമൂഹത്തിന്റെ ഐക്യത്തിലൂടെയും എന്ത് വെല്ലുവിളിയും നേരിടാൻ UAEക്ക് സാധിക്കും എന്ന് നേതാക്കൾ പറഞ്ഞു. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, ദുബായ് 1ാം ഉപഭരണാധികാരിയും ധനമന്ത്രിയുമായ ഷെയ്ഖ് മക്തും ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും തുടങ്ങി നിരവധി ഷെയ്ഖുമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. എന്തൊക്കെയായാലും UAE പോലുള്ള ഒരു രാജ്യത്തിലെ നേതാക്കളുമായും ആ രാജ്യവുമായും ഒക്കെ ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്ന ആ തന്ത്രപ്രധാനമായ ബന്ധം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, ഇത്തരം സാഹചര്യങ്ങൾ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഉടലെടുത്തതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെയധികം ഇന്ത്യക്ക് സഹായകമാകുന്ന ചില ഘടകങ്ങളാണ്. അത്തരത്തിലൊരു റിലേഷൻ വിവിധ രാജ്യങ്ങളുമായി, അവിടെയുള്ള നേതാക്കന്മാരുമായി, അവിടെയുള്ള ഭരണാധികാരികളുമായി ഉണ്ടാക്കിയെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നത് തന്നെയാണ് ഭാരതത്തിന്റെ മറ്റൊരു വിജയം. ആ വിജയത്തിന് അദ്ദേഹത്തിന് കൂട്ടായി നിൽക്കുന്നത് എസ് ജയശങ്കറിനെ പോലെയും അജിത് ഡോവലിനെ പോലെയും അതുപോലെ അമിത്ഷായെ പോലെയും ഒക്കെയുള്ള കരുത്തരായ നേതാക്കൾ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.